2026 JEE ജനുവരി ഫേസ് 1ന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. സോ ഇഫ് യു ഹാവ് എ ക്വിക്ക് അനാലിസിസ് എങ്ങനെയൊക്കെയാണ് മാർക്കും പെർസെൻറ്റേജും പെർസെൻറ്റൈലും റിലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ 50% സിലബസ് കംപ്ലീറ്റ് ചെയ്തൊരു കുട്ടിക്ക് വൃത്തിയായി 50% സിലബസും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കുട്ടിക്ക് ഓർ 150+ മാർക്സ് കിട്ടിയിരിക്കുന്ന കുട്ടിയുടെ പെർസെൻറ്റൈൽ 98% ആൻഡ് അബവ് ആണ്. സോ ലെറ്റ് us go to the statistics now. നമ്മുടെ 10 ഷിഫ്റ്റുകളിലായിട്ട് നടന്നിരിക്കുന്ന എക്സാമിനേഷൻസ് അനലൈസ് ചെയ്യുമ്പോൾ 99% ആൻഡ് എബോവിന് വേണ്ടിയിരിക്കുന്ന മാർക്ക് അതിന്റെ റേഞ്ച് പല ഷിഫ്റ്റുകളിലും പലതായിരിക്കും. 155 to 171 മാർക്സ് ആൻഡ് എബോവ് ഉള്ള കുട്ടികൾക്കാണ് 99% ആൻഡ് എബോവ് മാർക്സ് വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കിയേ, 151 മാർക്ക്. സോ ഷുഡ് ബി എ ടഫർ ഷിഫ്റ്റ്. 151 മാർക്ക് കിട്ടിയ ഒരു കുട്ടി 39 to 40 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. സോ ലെറ്റ്സ് ടേക്ക് ആൻ ആവറേജ് 160 മാർക്സ് ഈ വർഷം നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ 99% ഓർ 98% ആൻഡ് എബവ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. വിച്ച് മീൻസ് 40 ചോദ്യങ്ങൾ ശരിയാക്കി ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 160 മാർക്കാണ് കിട്ടുന്നത്. ആൻഡ് ദാറ്റ് ഗിവ്സ് യു എ ഗ്യാരണ്ടീഡ് പെർസെൻറ്റൈൽ ഇൻ ദിസ് ഫസ്റ്റ് ഫേസ്. അപ്പോൾ 97% ആണ് നമ്മൾ പൊതുവെ ഏറ്റവും സേഫ് സ്കോർ ആയിട്ട് പറയാ റിഗാർഡിംഗ് ദി അഡ്മിഷൻ റിലേറ്റഡ് ടു NITs, IIITs ആൻഡ് CFTIs. നമുക്ക് 97% ഈ വർഷം എങ്ങനെയാണ് വന്നതെന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ യു അണ്ടർസ്റ്റാൻഡ് 126 to 131 മാർക്സ് റേഞ്ചിൽ വരുന്ന കുട്ടികൾക്ക് 97 to 98% മാർക്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മൊത്തം 300 മാർക്സിൽ ഒരു 42% ആൻഡ് എബവ് മാർക്സ് കിട്ടിയിരിക്കുന്ന കുട്ടി വളരെ സേഫ് ആണ്. ആൻഡ് ദേ ആർ ഓൾ ഇൻ ദി കോമ്പറ്റീഷൻ. സെക്കൻഡ് ഫേസിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മെജോറിറ്റി കാറ്റഗറി എന്ന് പറയുന്നത് ഈ പെർസെൻറ്റൈലുള്ള കുട്ടികൾ തന്നെയായിരിക്കും. അപ്പൊ എപ്പോഴും ഓർമ്മിക്കാം, നമ്മൾ റാൻഡം ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുന്നതിലല്ല. യു ക്യാൻ അറ്റംപ്റ്റ് ലെസ് ബട്ട് മോർ ആക്യുറേറ്റ് ആൻഡ് മാക്സിമം കറക്റ്റ് ആയിരിക്കണം ആൻസേഴ്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമുക്ക് ഈ വർഷം നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത, പെർസെൻറ്റൈൽ മാർക്സ് നോക്കുമ്പോൾ ഷിഫ്റ്റുകൾ എല്ലാം ഏതാണ്ട് ഒരേ നിലവാരത്തിലാണെന്ന് പറയാം. ബട്ട് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഓഫ് കോഴ്സ് ഉണ്ടായിട്ടുണ്ട്. സോ നല്ല നിലവാരത്തിൽ ചോദ്യങ്ങൾ നടക്കാണ്. മാത്രമല്ല കോമ്പറ്റീഷൻ കീപ്സ് ഓൺ ഇൻക്രീസിങ്. And if you compare the number of students attended in the last year as well as this year, അതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 12,58,000 കുട്ടികളാണ് അറ്റൻഡ് ചെയ്തതെങ്കിൽ ഈ വർഷം 13,00,000-ലധികം കുട്ടികളാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദി ഐഡിയ. JEE ആസ്പിരൻസിന്റെ എണ്ണം ഇന്ത്യയിൽ ക്രമാതീതമായി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി കോമ്പറ്റീഷൻ നമുക്ക് കൂടുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ഫേസിന്റെ റിസൾട്ട് അനുസരിച്ച് സെക്കൻഡ് ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദി കോമ്പറ്റീഷൻ വിൽ ബി ലിറ്റിൽ മോർ ഹയർ ദാൻ ദ ഫസ്റ്റ് വൺ. അപ്പോൾ നമുക്ക് പെർസെൻറ്റൈൽ മാർക്സ് ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവണം. 150+ മാർക്സ് നമുക്ക് എപ്പോഴും സേഫ് ആയിരിക്കുന്ന ഒരു മാർക്സ് ആയിട്ട് തന്നെ പറയാം. ആൻഡ് ദാറ്റ് ഷുഡ് ബി യുവർ ടാർഗറ്റ് ഇൻ ദ നെക്സ്റ്റ് ഫേസ്. ഓൾറെഡി നമ്മൾ ആ റേഞ്ചിലേക്ക് എത്തിയിരിക്കുന്നവരാണെങ്കിൽ യു ഷുഡ് ടാർഗറ്റ് അച്ചീവിങ് 4 to 5 ക്വസ്റ്റ്യൻസ് ഐ വുഡ് സേ, ഓർ 20-30 മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പെർസെൻറ്റൈൽ വിൽ ബി ഗ്രേറ്റ് ഇൻ ദ സെക്കൻഡ് സെഷൻ. But 99% നിന്ന് 99.9% വന്നാൽ, see, if you are focusing on getting admission to the prestigious institutions and you want to get admission to the top branches like computer science പോലെയൊക്കെയുള്ള ബ്രാഞ്ചിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ and you want to get an admission in NIT, 99% എപ്പോഴും നമുക്ക് സേഫ് ആവണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ്, എവറി ഇയർ ഇറ്റ് ചേഞ്ചസ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് ആസ്പിരൻസ് ഹു ആർ ദെയർ ടു ഓപ്റ്റ് ഫോർ CS ബ്രാഞ്ച് ഓൾസോ. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എപ്പോഴും ടോപ്പ് മോസ്റ്റ് റാങ്കിലേക്ക് നമ്മൾ ഉയർന്നു വരണം എന്നുള്ളത് നിർബന്ധമാണ്. സോ വിച്ച് മീൻസ് 99.9%-ലേക്കാണ് നിങ്ങൾ ഇനി ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ എത്രയാണ് മാർക്ക് വേരിയേഷൻ ഉണ്ടാവുന്നത്? As I said earlier, 99% നമുക്ക് 155 to 171 ആയിരുന്നു വേണ്ടത്. ഓൺ ആൻ ആവറേജ് നമുക്ക് പറയാം 160 ഓർ ലെറ്റ്സ് സേ 170 ആണ് നിങ്ങൾക്ക് 99% കിട്ടിയെന്ന് വിചാരിക്കാം. ആൻഡ് 99.9% കിട്ടണമെങ്കിൽ 219 തൊട്ട് 234 വരെ, വിച്ച് മീൻസ് ഒരു 60-64 മാർക്ക് കൂടുമ്പോഴാണ് 99.9% അഥവാ ടോപ്പ് മോസ്റ്റ് കാറ്റഗറിയിലേക്ക് നമ്മൾ ഉയർന്നു വരുന്നത്. അപ്പോൾ നമ്മൾ 97 to 99 വരുമ്പോൾ ചെറിയ മാർക്ക് വേരിയേഷൻ തന്നെ പെർസെൻറ്റൈൽ നമുക്ക് വലുതായി കൂട്ടുമെങ്കിലും 99 ശേഷമുള്ള വലിയ പെർസെൻറ്റൈലിലേക്ക് നമ്മൾ ഉയർന്നു വരണമെങ്കിൽ മാർക്സ് അതുപോലെ നമുക്ക് കൂടിയാൽ മാത്രമേ കാര്യമുള്ളൂ. വിച്ച് മീൻസ് നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും ഈക്വലി സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് ഇത് സംഭവിക്കാം. കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ നമുക്ക് വഴി അറിയാൻ സാധിക്കും. ആൻഡ് വി ഓൾസോ എക്സ്പെക്ട്
ലാസ്റ്റ് ഇയറിൽ എങ്ങനെയാണോ കട്ട് ഓഫ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ഈ വർഷം ഉണ്ടാവുക ഫോർ ജനറൽ, OBC ആൻഡ് അതർ കാറ്റഗറി സ്റ്റുഡൻസ്. സബ്ജക്ട് വൈസ് നിങ്ങൾ അതിൻ്റെ മാർക്സിനെ അനലൈസ് ചെയ്യാം. കെമിസ്ട്രി, കമ്മിങ് ടു കെമിസ്ട്രി, യു അണ്ടർസ്റ്റാൻഡ് ഈ വർഷത്തെ കെമിസ്ട്രി കുറെ കൂടി മാത്തമാറ്റിക്കൽ അപ്രോച്ച് ഓറിയന്റഡ് ആയിരിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറെ കൂടി ലെങ്തി ആയിരുന്നു. ഇതിൽ നിന്നൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ആൻഡ് ദ സെയിം ഈസ് ആപ്ലിക്കബിൾ ഫോർ മാത്സ് ആസ് വെൽ ആസ് ഫിസിക്സ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഫ് യു ആർ ഗോയിങ് ടു പ്രിപ്പയർ ഫോർ സെക്കൻഡ് ഫേസ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് യുവർ ടൈം മാനേജ്മെന്റ്. സമയം മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു ചോദ്യം 2 മിനിറ്റിനകത്തെങ്കിലും ചെയ്ത് തീർക്കാൻ സാധിക്കണം. ആൻഡ് യു നോ ഇഫ് യു അനലൈസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ യു അണ്ടർസ്റ്റാൻഡ് കുറേ സ്റ്റെപ്പുകളുണ്ട്. സോ സ്പീഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആയിരിക്കും, ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്താൽ മതി. ബട്ട് ദ സ്പീഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് റീചെക്ക് ദി കാൽക്കുലേഷൻ. ആ കാൽക്കുലേഷൻ റീചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെജോറിറ്റി ഓഫ് ദി സ്റ്റുഡൻസ് ആർ ഹാവിങ് എ പ്രോബ്ലം വിത്ത് സ്ക്രിബ്ലിംഗ് ഡൗൺ ഇൻ ദ പേപ്പർ ഗിവൺ ടു യു ഫോർ വർക്ക്ഷീറ്റ്. നമ്മൾ ആ തന്നിരിക്കുന്ന എക്സാമിനേഷൻ ഹാളിൽ നിന്ന് തന്നിരിക്കുന്ന പേപ്പേഴ്സിനെ നിങ്ങൾ നല്ല വൃത്തിയിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് യൂസ് ചെയ്തില്ല എങ്കിൽ ഇടയിൽ വരുന്ന നമ്പേഴ്സ് നമ്മുടെ മറ്റ് കാൽക്കുലേഷൻസിനെ ഇന്റർഫിയർ ചെയ്യുകയും വിച്ച് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ദി റോങ് ആൻസർ. ആൻഡ് യു നോ നമുക്കറിയാവുന്ന ഉത്തരമാണ്, പക്ഷേ കെയർലെസ് ആയത് കാരണം നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ യുവർ റാങ്ക്സ് വിൽ ബി ലെസ്, യുവർ പെർസെൻറ്റൈൽ വിൽ ബി ലെസ്. അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. സോ കാൽക്കുലേഷൻ സ്പീഡാക്കുക. പറ്റുമെങ്കിൽ ആ കാൽക്കുലേഷൻ സ്റ്റെപ്സ് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും റീചെക്ക് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കാൻ. വളരെ ചെറിയ മിസ്റ്റേക്സ് ആയിരിക്കും, ലൈക്ക് 0.756 ആയിരിക്കും, മേ ബി 0.75 നമ്മൾ നിന്നു. റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വന്നുപോയി. സോ കാൽക്കുലേഷൻ സ്പീഡ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. ദ സെക്കൻഡ് വൺ ഈസ് യൂണിറ്റ് ചെക്കിംഗ്. കാരണം ഒരുപാട് ന്യൂമറിക്കൽ ടൈപ്പ് ചോദ്യങ്ങളിൽ യൂണിറ്റ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നമുക്ക് ബ്രാക്കറ്റിൽ യൂണിറ്റ്സ് തരും, റൈറ്റ്, കോൺസ്റ്റൻസിന്റെ വാല്യൂസ് തരും. പക്ഷേ ഫൈനലി നിങ്ങൾക്ക് ആൻസർ ലെറ്റ്സ് കലോറിയിൽ എടുക്കാനാണ് നിങ്ങൾക്ക് ഇൻറ്റിജർ ടൈപ്പ് ചോദ്യത്തിൽ വാല്യൂസ് തന്നിരിക്കുന്നത്. ബട്ട് ഫൈനൽ ആൻസർ ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു കിലോ ജൂൾ. നമ്മളത് പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ എങ്ങനെയാണ് അത് ക്ലിക്ക് ആവുക? ഒരിക്കലും ഇല്ല, ബിക്കോസ് നമുക്ക് അവിടെ ഓപ്ഷൻസ് ഇല്ല. സോ യൂണിറ്റ് റീചെക്കിംഗ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് അവോയ്ഡ് ഗസ്സിംഗ്. കാരണം വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് JEE എക്സാമിനേഷന് നമുക്കുള്ളത്. മറ്റ് എൻട്രൻസ് എക്സാമിനേഷൻസ് പോലെയല്ല. ചുരുങ്ങിയ ചോദ്യങ്ങളുടെ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ 1, 2, 3 അല്ലെങ്കിൽ 4 ചോദ്യങ്ങൾ തെറ്റിയാൽ അത് നമ്മുടെ റാങ്കിനെ ഭയങ്കരമായി ബാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും വളരെ ഈസി ആയിരുന്നു പേപ്പർ, ബട്ട് ഞാൻ വിചാരിച്ച അത്രയും പെർസെൻറ്റൈൽ എനിക്ക് കിട്ടുന്നില്ല. ആൻഡ് ദീസ് ആർ ദ റീസൺ. സോ ബ്ലൈൻഡ് ആയിട്ട് ഗസ് ചെയ്യുന്നത് നമ്മൾ എന്തായാലും അവോയ്ഡ് ചെയ്യണം. ആൻഡ് ദി അതർ തിങ് ഈസ് പാനിക് അറ്റാക്ക് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വളരെ പാനിക് അറ്റാക്ക് എന്നല്ല, പാനിക് അറ്റംപ്റ്റ് നടക്കുന്ന സമയത്ത് വളരെ ടെൻഷൻ അടിച്ച് നിങ്ങൾ വളരെ സ്പീഡിൽ ചെയ്യുമ്പോഴേക്ക് യു കാൻ കോൺസെൻട്രേറ്റ്. സോ ഇഫ് യു ആർ ഹാവിങ് ദിസ് ആങ്സൈറ്റി ആൻഡ് പാനിക് സിറ്റുവേഷൻ ഇൻ ദി എക്സാമിനേഷൻ ഹാൾ, ലെറ്റ്സ് വർക്ക് ഓൺ ദാറ്റ്. അതെങ്ങനെയാണ് നമ്മൾ നന്നാക്കി എടുക്കുക, ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നമ്മൾ മോചിതരാവുക എന്ന് ചോദിച്ചാൽ യു ഡു പ്രാക്ടീസിങ്. റിയൽ ലൈഫിൽ അല്ലെങ്കിൽ ഡെയിലി എക്സാമിനേഷൻ സിറ്റുവേഷൻ സിനാരിയോ വീട്ടിലുണ്ടാക്കുക, നിങ്ങളുടെ ചുറ്റുപാടിൽ ഉണ്ടാക്കുക, ആൻഡ് ഗോ ത്രൂ ദാറ്റ്. ദാറ്റ് ഈസ് ദി ഓൺലി വേ ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് ആങ്സൈറ്റി ആൻഡ് ഓൾ. ഓക്കെ, സോ നമ്മുടെ ഐഡിയ ഇത്രയേ ഉള്ളൂ. അറ്റംപ്റ്റ് ലെസ് ബട്ട് അറ്റംപ്റ്റ് കറക്റ്റ്ലി. അങ്ങനെ കുറച്ച് അറ്റൻഡ് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 50% and above കറക്റ്റ് ആയാൽ തന്നെ your percentile will be very high and you can guarantee a seat in NIT. Okay, ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇഫ് വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇഫ് യു ആർ ഗോയിങ് ടു സ്റ്റഡി ഫോർ ലോങ് അവേഴ്സ്, ലെറ്റ്സ് സേ 10-14 മണിക്കൂർ ഒരു ദിവസം പഠിക്കുകയാണ്, ബട്ട് യു ആർ നോട്ട് ഡൂയിങ് എനി മോക്ക്, then it is waste. നിങ്ങൾ മോക്ക് എക്സാമിനേഷൻ എഴുതുന്നു, ബട്ട് യു ആർ നോട്ട് പുട്ടിങ് യുവർ ടൈം ടു അനലൈസ് ദി മോക്ക്, then it is again waste. മോക്ക് എക്സാമിനേഷൻസ് റെഗുലർ ആയിട്ട് എഴുതുക, കറക്റ്റ് ടൈമിൽ എഴുതുക. ആൻഡ് ആഫ്റ്റർ ഈച്ച് എക്സാമിനേഷൻ ഓരോ എറേഴ്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൺസെപ്ച്വൽ എറേഴ്സ് നമുക്കുണ്ടാവും, അതിൽ ക്ലാരിറ്റീസ് വരുത്തണം. കാൽക്കുലേഷൻ എറേഴ്സ് യു ഗോ ത്രൂ ആൻഡ് ചെക്ക് ഇറ്റ്. എവിടെയാണ് എറർ സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മളൊരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, ഓക്കെ ഇത് ഇങ്ങനെ ചെയ്താൽ കിട്ടുന്നു മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ പോവും. അങ്ങനെയല്ല. അണ്ടർസ്റ്റാൻഡ് ഏത് സ്റ്റെപ്പാണ് അത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്ക് വാല്യൂസ് മാറിയതാണോ, ഡിവൈഡ് ചെയ്യുമ്പോൾ മാറിയതാണോ, എഴുതിയത് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഒരു നമ്പർ വിട്ടുപോയതാണോ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് അടുത്ത അറ്റംപ്റ്റിൽ നമുക്ക് ബോധപൂർവമായിട്ട് ഇതിനെയൊക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ മോക്ക് എക്സാമുകൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവുക. ആൻഡ് ലെറ്റ്സ് ഫിക്സ് ആൻ ഓർഡർ ഫോർ ദി എക്സാമിനേഷൻ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്ന രീതി, റൂട്ടീൻ നിങ്ങൾ ഫിക്സ് ചെയ്യുക. അത് മോക്ക് എക്സാമിനേഷൻ എഴുതുമ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ
യുവർ ഫേവറേറ്റ് സബ്ജക്ട്. ചിലവർ കെമിസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്യും, ചിലവർ ഫിസിക്സിൽ സ്റ്റാർട്ട് ചെയ്യും. എനിത്തിങ് വുഡ് ബി ഫൈൻ. എഫക്റ്റീവായിട്ട് അതിനെ ടൈം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ചാപ്റ്റേഴ്സിനെ, സബ്ജക്റ്റുകൾ നിങ്ങൾ ഡീൽ ചെയ്യാം. ആൻഡ് ഹാവ് എ ഗുഡ് സ്ലീപ്പിംഗ് സൈക്കിൾ. കുറച്ച് ദിവസങ്ങൾ വളരെ നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. So this is our target, not the completion of 100% of syllabus because the time is very less. പക്ഷേ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ലാസ്റ്റ് മൊമെന്റിൽ പുതിയ ചാപ്റ്റേഴ്സ് പഠിക്കുന്നത് ഒരിക്കലും ബുദ്ധിയല്ല. സോ നമ്മുടെ കയ്യിലുള്ള ചാപ്റ്റേഴ്സിനെ കൂടുതലായിട്ട് പോളിഷ് ചെയ്ത് നന്നായിട്ട് തിളക്കം ഉണ്ടാക്കുക. ആൻഡ് ലെറ്റ് us apply that in the coming examination. So that's about the topic. See you all the best.